ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിലെ മൊഡ്യൂൾസിനെ കുറിച്ചാണ്. സോ എന്താണ് മൊഡ്യൂൾ എന്ന് നോക്കാം. അതായത് നമുക്ക് ഒരു കുറച്ച് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു, നമ്മളൊരു ആപ്ലിക്കേഷൻ ആവശ്യമുള്ള ഒരു ഫങ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്തു, അതിനെ മാത്രം സെപ്പറേറ്റ് നമ്മളൊരു പൈത്തൺ ഫയലിൽ സേവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മളൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സേവ് ചെയ്യുന്നതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനിലും, അതായത് 1 or more ആപ്ലിക്കേഷനിൽ സെയിം ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫങ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമുക്ക് എല്ലാ പൈത്തൺ ആപ്ലിക്കേഷനിലും സെയിം ആ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1 or more ആപ്ലിക്കേഷൻസിൽ സെയിം ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഏതൊരു ഫംഗ്ഷൻ വേണമെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് കോൾ ചെയ്യാവുന്നതാണ്. അതിനെയാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും നെയിം ഇട്ടെടുത്തിട്ട് ജസ്റ്റ് .py എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് സേവ് ചെയ്യുക. ദെൻ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ എഴുതാനുണ്ടെങ്കിൽ ഞാനിപ്പോ ജസ്റ്റ് എന്തെന്നാ ഒരു നെയിം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുക. ജസ്റ്റ് ഞാൻ അതൊന്ന് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് മൈ നെയിം is then name. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് എത്ര വേണമെങ്കിലും ആപ്ലിക്കേഷൻസിൽ നമുക്കത് കോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ കോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഒരു മൊഡ്യൂളിനെ ഈ ഒരു ഇപ്പൊ ഞാൻ ഏതാണ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഫയൽ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് മൊഡ്യൂളിന്റെ നെയിം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൊഡ്യൂളിന്റെ നെയിം കൊടുക്കുക. മോഡ് എന്ന് പറഞ്ഞു കൊടുത്തു. നെയിം മാത്രം മതി, എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് ഇതിൻ്റെ അകത്ത് അതിനെ കോൾ ചെയ്യണം. അപ്പൊ അതിനെ ആദ്യം മൊഡ്യൂളിന്റെ നെയിം ഡോട്ട് ഫംഗ്ഷന്റെ നെയിം, ഇപ്പൊ പ്രിന്റ് നെയിം ആണ് അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ. ജസ്റ്റ് ഞാനത് കൊടുത്തു. ദെൻ അതിൻ്റെ അകത്ത് നമുക്കൊരു പേര് കോൾ ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ചത്, അതായത് ഇവിടെ മൈ മൊഡ്യൂൾ ഡോട്ട് പ്രിന്റ് നെയിം, അതായത് മൈ മൊഡ്യൂളിലുള്ള പ്രിന്റ് നെയിം വിളിച്ചു. അതിൻ്റെ അകത്ത് പാസ് ചെയ്ത വാല്യൂ അയർൻ ആണ്. സോ ഈ വാല്യൂ ഈ ഒരു മൊഡ്യൂളിലേക്ക് പാസ് ആയിട്ട് അതിവിടെ ജസ്റ്റ് മൈ നെയിം ഈസ് നെയിം ഫോളോഡ് ബൈ നമ്മൾ പാസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് അയർൻ ആയതുകൊണ്ട് മൈ നെയിം ഈസ് അയർൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് ഒരു മൊഡ്യൂളിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതും അതിന്റെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾസ് എങ്ങനെയാ കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഞാനിപ്പോൾ നെയിം എന്നിട്ട് അതിനകത്തേക്ക് ഒരു വാല്യൂ ഓക്കെ നെയിം കൊടുത്തു. ഏജ് മൂന്ന് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് വേരിയബിൾസ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം വേരിയബിളിനെ കോൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഞാനിപ്പോ ഒരു വേരിയബിളിലേക്ക് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഇങ്ങോട്ട് എടുക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ്ലിയും വിളിക്കാം. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതിനാദ്യം മൈ മോഡ് ഡോട്ട് ഞാനിപ്പോ നെയിം എടുക്കുക, കൺട്രി എടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തു. പ്രിന്റ് നെയിം കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കൺട്രിയുടെ വാല്യൂ നമുക്ക് ഈ പ്രോഗ്രാമിൽ കിട്ടും. ഇങ്ങനെയാണ് വേരിയബിൾസിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഒരു പ്രിന്റ് മെത്തേഡിന്റെ ഉള്ളിൽ അതിനെ കോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നമുക്ക് അതിന്റെ ഒരു വാല്യൂ കിട്ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇനി ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് മൊഡ്യൂളിനെ നമുക്ക് ഇവിടെ റീനെയിം ചെയ്യാം. അതായത് ഇത്ര വലിയൊരു മൊഡ്യൂൾ നെയിം ആണെങ്കിൽ അത് ഡോട്ട് ആണല്ലോ അതിൻ്റെ അകത്ത് ഫങ്ഷൻസും വേരിയബിൾസും ഒക്കെ ആക്സസ് ചെയ്യുന്നത്. സോ അതൊരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്
നമുക്ക് ആ ഒരു മൊഡ്യൂളിനെ റീനെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ വലിയൊരു നെയിം ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഈച്ച് ലൈനിൽ നമ്മൾ ആ ഒരു മൊഡ്യൂളിനെ വിളിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട്, ഇപ്പോൾ ഞാൻ മൈ മോഡ് ആണെങ്കിൽ ആസ് മൈ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതായത് അതിനെ റീനെയിം ചെയ്തു, മൈ മോഡിനെ റീനെയിം ചെയ്തിട്ട് മൈ എന്നാക്കി. ഇനി നമുക്ക് എവിടെയെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് മൈ മോഡ് എൻറ്റയർലി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, my എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇച്ചിരി കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻറ്റയർ മൊഡ്യൂളിലുള്ള എല്ലാം വേണ്ട, അതിന്റെ ഒരു പാർട്ട് മാത്രം മതി. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു രണ്ടാമത് കൊടുത്തേക്കുന്നില്ല, ഇതൊരു ഡിക്ഷണറി ആക്കി വെക്കാം, മറ്റേതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും. അപ്പൊ എനിക്ക് ഈ ഡിക്ഷണറി മാത്രം ആക്സസ് ചെയ്താൽ മതി എങ്കിൽ ഡിക്ഷണറിയിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ആക്സസ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. ഇവിടെ കീ വാല്യൂ പെയർ ആയതുകൊണ്ട് തന്നെ അതൊരു വേരിയബിൾ അല്ല, വേരിയബിൾ നെയിം അല്ല. സോ അത് നമുക്ക് കീനെ എന്ത് ചെയ്യണം, ഡബിൾ ക്വോട്ട്സിൽ എൻക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, ഒരു ഡിക്ഷണറി ഉണ്ട്. എനിക്ക് ഡിക്ഷണറി മാത്രം മതി. അപ്പൊ നമുക്ക് അത് ഫുള്ളായിട്ട് ആ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഫ്രം എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുക. ഏതൊരു മൊഡ്യൂളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, മൈ മോഡ് എന്നാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് പേഴ്സൺ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതിയെങ്കിൽ ജസ്റ്റ് പേഴ്സൺ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പേഴ്സന്റെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഡിക്ഷണറി ആയതുകൊണ്ട് തന്നെ ആ ഡിക്ഷണറിയുടെ സാധാരണ എങ്ങനെയാണ് ഡിക്ഷണറിയിലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പൊ നമുക്ക് ആക്സസ് ചെയ്യും. ഇപ്പൊ അയാളുടെ ഏജ് എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ പേഴ്സൺ വൺ, പേഴ്സണിന്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏതൊരു കീയുടെ വാല്യൂ ആണ് ആക്സസ് ചെയ്യേണ്ടത് ആ ഒരു കീ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് മൊഡ്യൂളിൽ വരുന്നത്. ഇനി എന്ന് പറയാൻ കുറെ ഇൻബിൽഡ് മൊഡ്യൂൾസ് ഉണ്ട്. അതൊക്കെ എന്താണ്, പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കും. മാത്ത് ഫംഗ്ഷൻസിന് എല്ലാത്തിനും math.py എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് മൊഡ്യൂൾസിന്, ഇൻബിൽഡ് മൊഡ്യൂൾസ് ഉണ്ട്, കുറെ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻബിൽഡ് മൊഡ്യൂൾസും കൂടി ഉണ്ട്. ഇതാണ് യൂസർ ഡിഫൈൻഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. യൂസർ എങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിന് കോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. സോ താങ്ക് യു.